ഷേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഷേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടിരുന്ന് കാണണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത്യാവശ്യം നന്നായിട്ട് പഴുത്ത ഒരു പപ്പായാണ് എൻ്റെ കൈ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ ഞാൻ കാക്കയും കിളികളൊക്കെ കൊത്തിക്കൊണ്ട് പോകുന്നുണ്ട്. വേഗത്തിൽ തന്നെ പറിച്ചതാണ് കേട്ടോ. അപ്പോൾ നാളേക്ക് വെച്ചതാണെങ്കിൽ അത് കിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അത് പറിച്ചതായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ ഞാൻ ചെറിയൊരു പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ലവണ്ണം കട്ടയായിട്ടുള്ള ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ. 1 ലിറ്റർ അളവിൽ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ഉണ്ടാക്കി തുടങ്ങാവുന്നതേ ഉള്ളൂ. ഈ നമ്മൾ ഷേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പപ്പായ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നല്ലവണ്ണം പഴുത്ത പപ്പായ എടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ മിക്സിയുടെ വലിയൊരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പപ്പായ ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ പപ്പായ കാണിച്ചതിൻ്റെ പകുതിയാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്, മുഴുവൻ എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ 1 കപ്പ് അളവിലാണ് കേട്ടോ പപ്പായ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് നമ്മുടെ തണുത്ത കട്ടയായിട്ട് കിടക്കുന്ന നമ്മുടെ പാലും കൂടി ഇതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാല് കാച്ചിട്ട് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുത്താലും മതി. ഇപ്പോൾ ഞാൻ ഇവിടെ കാച്ചിയതല്ല, അല്ലാതെ തന്നെ കട്ടയാക്കി എടുത്ത പാലാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഷേക്ക് കുറച്ചുകൂടി ഹെൽത്തി ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് നട്ട്സ് എന്തെങ്കിലും അഡീഷണൽ ഒക്കെ ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇവിടെ കുറച്ച് ബദാം മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂ നട്ട്സോ അങ്ങനെ ഡേറ്റ്സ് ഒക്കെ ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഒരു 5-6 ബദാം ചേർത്ത് കൊടുക്കുകയാണേ. ഇനി നമുക്കിതിലോട്ട് വേണ്ട മധുരം എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പഞ്ചസാര ഒരു 4-5 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതേപോലെ തന്നെ മധുരം ഓരോരുത്തരുടെ ഇഷ്ടാനുസരണമാണ് കൂടുതലും കുറവൊക്കെ ചേർക്കുന്നത് കേട്ടോ. ഞാൻ എന്താണെങ്കിൽ 5 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെങ്കിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാനിതിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പപ്പായ ഷേക്ക്. അപ്പോൾ ഇനി നമ്മുടെ ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. കിഡിലനാണ് കേട്ടോ, നല്ലൊരു ഇത് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് കാണുമ്പോൾ തന്നെ. പിന്നെ നമുക്കിനി ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വളരെ സിമ്പിളല്ലേ നമുക്ക് ഇങ്ങനെ ഒരു ഷേക്ക് ഉണ്ടാക്കാനായിട്ട്. വീട്ടിലുള്ള പപ്പായ അതേപോലെ തന്നെ നമ്മൾ ഒരു പാക്കറ്റ് പാലിൻ്റെ മാത്രമേ ചിലവുള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഷേക്കാണ് കേട്ടത്. അപ്പോൾ അത് നമ്മുടെ പപ്പായ ഐസ്ക്രീമിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഇവിടെ ഐസ്ക്രീമും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് തികച്ചും ഓപ്ഷനിലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പപ്പായ ഷേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു കുഞ്ഞു ഷേക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, പിന്നെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാനും, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ താഴ്ക്കുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുമല്ലോ കേട്ടോ. എങ്കിലിപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.